ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലെ നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഐറ്റമാണ്. ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വീട്ടിലുള്ളവർക്കെല്ലാം ഇഷ്ടപ്പെട്ട വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കായിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം കേട്ടോ, അത്രയും നല്ല റിച്ച് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ റംദാൻ സ്പെഷ്യലൊക്കെ ആയിട്ടാണ് കുറച്ചൊക്കെ കണ്ടൻറ്റ് ഇപ്പോൾ ഇട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എന്തൊക്കെ സാധനങ്ങളാണ് ഇതിന് വേണ്ടതെന്ന് ഞാൻ പറയാം. ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ടൊമാറ്റോയുടെ ഹാഫ് പോർഷൻ, പിന്നെ കുറച്ച് ക്യാരറ്റ്, കറി ലീവ്സ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് വെള്ള എള്ളും കുറച്ച് മൈദയും വേണം, ആവശ്യത്തിന് ഉപ്പും കുറച്ച് പഞ്ചസാരയും, ഇത്രയും മാത്രം മതി. അപ്പോൾ ഈ വെജിറ്റബിൾസ് എല്ലാം തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വളരെ പൊടിയായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കില്ലേ, അങ്ങനെയാണെങ്കിൽ ഭയങ്കര ബെസ്റ്റായിരിക്കും. മാക്സിമം കട്ടി കുറച്ചെടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ നോർമൽ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് വീറ്റ് ബ്രെഡോ അതല്ലെന്നുണ്ടെങ്കിൽ ബട്ടർ ബ്രെഡ് അതൊക്കെ എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 6-7 ബ്രെഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ ആ ഇഞ്ചി എടുത്ത് വെച്ചതിൻ്റെ ജിഞ്ചറിൻ്റെ ഒരു ഹാഫ് പോർഷനേ ഞാൻ എടുക്കുന്നുള്ളൂ, ഗാർലിക് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം ഭയങ്കര കുഞ്ഞായിട്ട് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞെടുക്കില്ലേ, അതുപോലെ അരിഞ്ഞെടുക്കാം. മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന അത്രയും രീതിയിൽ. ഇത് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എഗ്ഗൊക്കെ ഒഴിച്ചിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുമ്പം നമ്മൾ ബ്രെഡിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ബ്രെഡിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോകരുത്. അപ്പോൾ മാക്സിമം ചെറുതായിട്ട് അരിയുവാണെങ്കിൽ ഭയങ്കര അടിപൊളിയായിരിക്കും. ഇനി നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കുക. ഇനി പേസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചാണ് കേട്ടോ എടുത്തത്. അതുപോലെ തന്നെ സവോളയുടെ ഹാഫ് പോർഷൻ എടുത്തിട്ടുള്ളൂ, ടൊമാറ്റോ ഹാഫ് പോർഷൻ. നിങ്ങൾക്ക് കുറച്ചും കൂടെ കുരുമുളക് പൊടിയോ അതല്ലെങ്കിൽ എരിവൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ 2 പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. കോഴിമുട്ട 2ആയിട്ട് പൊട്ടിച്ച് അതിലൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നൊന്നായിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ സാധാരണ ബ്രെഡ് ടോസ്റ്റ് ചെയ്തും അതല്ലെങ്കിൽ ബ്രെഡ് ഫ്രൈ ചെയ്തൊക്കെ കഴിക്കാറില്ലേ, അതിനേക്കാട്ടിലൊക്കെ ഒരു വ്യത്യസ്ത ടേസ്റ്റാണ് ഇതിന്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നെക്സ്റ്റ് ചേർക്കുന്നത് ഒരു 2 സ്പൂൺ അളവിൽ മൈദയാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. നമുക്ക് ചില ബ്രെഡിൽ ഷുഗർ ഫ്രീ ആയിട്ട് വരുമ്പം ചിലപ്പം ഉപ്പായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ബ്രെഡിലാണെങ്കിൽ നിങ്ങൾ ഉപ്പിൻ്റെ അളവ് അതനുസരിച്ച് വേണം അഡ്ജസ്റ്റ് ചെയ്യാനേ. ഇനിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെള്ള എള്ളാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക. ഇനിയും ആവശ്യത്തിന് വെള്ളം, അതുപോലെ തന്നെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ചേർക്കുക. ടർമറിക് പൗഡറും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വെള്ളം അല്ലെങ്കിൽ മിൽക്കിൽ വേണമെങ്കിലും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള വാട്ടർ തന്നെയാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാടങ്ങ് തിക്കായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് വളരെ താവകാശം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഓംപ്ലേറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യില്ലേ, അതുപോലെ തന്നെ ചെയ്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ ഞാൻ ഈ പ്ലേറ്റിൽ വെച്ചിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുക്കുകയാണേ. അത്യാവശ്യം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്യണം. ഞാനിവിടെ വളരെ കുറച്ച് പഞ്ചസാരയെ ചേർക്കുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇത് ചേർക്കണം എന്നൊരു നിർബന്ധവും ഇല്ല, ഇതില്ലെങ്കിലും അടിപൊളി തന്നെയാണ്. ഒരു 6-7 ബ്രെഡ് ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഹാഫ് ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര പൊടിച്ച് ചേർത്താലും മതി, അതല്ലെങ്കിൽ നോർമലായിട്ട് ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്നോളും. ഇനി ഒരു 2 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കാം. വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഒരു കടായിയൊക്കെ വെച്ച് അതിലേക്ക് ഒരു തവ വെക്കുക. അതിലേക്ക് കുറച്ച് ബട്ടറിൻ്റെ സ്ലൈസസ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പീസ് ഇട്ട് കൊടുക്കുക. ഇനി ബട്ടർ നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നോർമലായിട്ട് നമ്മുടെ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. പക്ഷേ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടുന്നത് തീർച്ചയായിട്ടും ബട്ടറോ അതല്ലെങ്കിൽ ഗീയോ ആഡ് ചെയ്യുന്നതാണ്. ഞാനിവിടെ എൻ്റെ പക്കൽ 2 ഉണ്ടായതുകൊണ്ട് ബട്ടറാണ് ചേർക്കുന്നത്. എനിക്ക് 2 രീതിയിലും ഞാൻ ഉണ്ടാക്കി നോക്കി, പക്ഷേ ബട്ടറിൽ ഉണ്ടാക്കിയതാണ് കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. ഇത് ബ്രെഡ് എടുക്കുക, നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ഒരു ഇതിലേക്ക് നന്നായിട്ട് ഡിപ്പ് ചെയ്ത്
കുറച്ചൊരു സ്പൂണും കൂടെ എടുത്ത് വെച്ചേക്കാം. ഇത് ചിലപ്പം നമ്മുടെ ബ്രെഡിൽ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ നമ്മൾ ആ തവയിൽ വെക്കുന്ന സമയത്ത് തന്നെ ഈ ബ്രെഡിൻ്റെ മണ്ടയിലേക്ക് ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഫ്ലെയിം വളരെ കുറച്ച് വെച്ച് 2 സൈഡും റെഡിയാക്കി എടുക്കുക. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ഈ നോമ്പ് തുറ സ്പെഷ്യലൊക്കെ ആയിട്ട് എല്ലാവരുടെയും വീട്ടിലും ചിലപ്പം എല്ലാം കാണണം എന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതും എല്ലാ സാധാരണക്കാർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. അങ്ങനെ ഓരോ ബ്രെഡും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ആൻഡ് ഫൈനലി നമ്മുടെ ബ്രെഡ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റിയാണ്. സാധാരണ ഒരു ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്ത് കഴിക്കുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് ഇതൊക്കെ ഫീൽ ചെയ്യും. ഇതുണ്ടാക്കി കഴിച്ചാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ, ഒരുപാട് ഐറ്റംസ് ഒന്നും ചേർന്നിട്ടില്ല. എന്നാലും നമ്മൾ ആ വൈറ്റ് എള്ളും അതുപോലെ തന്നെ ബട്ടറൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. ഉറപ്പായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ഫോളോ ഫോർ മോർ. ടേക്ക് കെയർ.